ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ എനിക്ക് കമൻ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരോടൊക്കെ എൻ്റെ എന്താ പറയുക സ്നേഹം അത് മാത്രമേ പകരം തരാനുള്ളൂ. ഇപ്പം അപ്പോൾ ഞാൻ പാടി നോക്കട്ടെ. സൂര്യം സൂരു അങ്ങനെ വാ പൊളിച്ച് നമ്മൾ സുഭാഷ് അറിയാം. മലയാളം ന്യൂസിൽ കുറച്ചൊക്കെ തള്ളി വെക്കുന്നുണ്ട്. അപ്പം അത്ര ഒന്നും തള്ളണ്ട കേട്ടോ, ഒരു പൊടിക്കൊന്ന് കുറച്ചാൽ കൊള്ളാം. ഇവിടെ യുദ്ധവും കാര്യങ്ങളും നടക്കുക. നമ്മൾ ക്യാമറയും വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങി പാൻ ചുഴിന്നൂടാ ഹൈ ഓ എന്തെങ്കിലും ആട്ടെ. അടിയാവോ നശിപ്പിച്ചല്ലോടാ, ഇനി അത് കട്ട് ചെയ്യണം. അപ്പോൾ 100K സബ്സ്ക്രൈബർ ആവുന്നതിൻ്റെ ഒന്ന് നമുക്ക് ലൈവ് വരാം. എന്ത് കാര്യം എന്നൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് വന്ന് നോക്കാം. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. വിമാനം ഇത് പോന്നാ യുദ്ധവിമാനമാണോ? ഒരു 2 ഗ്ലാസ് പാലിന് അല്ല 5 ഗ്ലാസ് ചായക്ക് 2 ഗ്ലാസ് വെള്ളവും 3 ഗ്ലാസ് പാല് ഒഴിക്കണം അല്ലേ? ഷാമില് പുറത്തായോ? സാമില്ലേ? കുറേ അധികം ദിവസങ്ങളായി ഞാനൊരു ലോങ് വീഡിയോ ഒക്കെ ചെയ്തിട്ട്. ഓക്കെ, നമുക്കിവിടെ കുറച്ചൊരു 3-4 ദിവസമായിട്ട് ചെറിയ യുദ്ധവും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണ്. അതിൻ്റേതായ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, വേറെ വലിയ വിഷയങ്ങളൊന്നുമില്ല. ബട്ട് നാളെ കഴിഞ്ഞിട്ടൊക്കെ എന്താ അവസ്ഥ എന്നൊന്നും അറിയത്തില്ല. ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോകുന്നു. സേഫാണ് ഇവിടെയെല്ലാം. പിന്നെ ഒരുപാട് പേര് എനിക്ക് കമൻറ്റ് ചെയ്തിരുന്നു സേഫാണോ, അല്ലെങ്കിൽ ഒരുപാടധികം നന്ദിയുണ്ട്. എന്താ പറയുക, ഭയങ്കര സന്തോഷമുണ്ട് അതിലൊക്കെ. നിങ്ങളിങ്ങനെ എന്നെക്കുറിച്ച് തിരക്കുന്നതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഇവിടെ ജസ്റ്റ് ഒന്ന് കാണാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലം ഇതാണ്. അജ്മാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഞങ്ങളുടെ ഫ്ലാറ്റിൽ നിന്നും താഴോട്ട് നോക്കിയാൽ ഇപ്പോൾ ഇതാണ്. ഇവിടെ ഒന്നും ഒരു പ്രശ്നവും ഇല്ല. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആകാശത്തൂടെ ഒരു വലിയ ഒച്ചയൊക്കെ കേൾക്കാം. അത് ഡ്രോണാണോ യുദ്ധവിമാനമാണോ എന്തോന്നൊന്നും അറിയില്ല. ഇപ്പോൾ എന്തായാലും കുറച്ച് നേരമായിട്ടില്ല. ബട്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റും ഇതിലേക്കൂടെയൊക്കെ ഇങ്ങനെ. പിന്നെ ഈ പറയുന്ന ഈ ഡ്രോണ് പോകുമ്പോൾ ഒരു വല്ലാത്തൊരു ഒച്ചയാണ്. ഒരു കിരിപിരി എന്തോ ഒരു വല്ലാത്തൊരു ശബ്ദമാണ് കേൾക്കുന്നത്. ഇവിടെ ഒന്നും വീണിട്ടില്ല. വീഴാനായിട്ട് ദുബായ് അനുവദിക്കുന്നില്ല എന്നാണ് പറയേണ്ടത്. അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു ഡെയിലി അല്ലെങ്കിൽ എന്താ പറയുക ഇപ്പോഴത്തെ ഈ ഒരു സാഹചര്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരു വീഡിയോ എടുക്കാം എന്ന് കരുതി. നിങ്ങളുടെയൊക്കെ അതിയായ സപ്പോർട്ട് അല്ലെങ്കിൽ നിങ്ങളൊക്കെ എന്നെ തിരക്കുന്ന എന്താണ് എങ്ങനെയാണെന്നൊക്കെ തിരക്കുന്ന കണ്ടപ്പോഴേ സത്യം പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര സ്നേഹമുണ്ട് കേട്ടോ, ഒരുപാട്. അപ്പോൾ എന്തായാലും നമുക്ക് കാണാം. ഇപ്പോൾ ഞാൻ കുറച്ച് പുറഭാഗമൊക്കെ കാണിച്ചത് നമ്മുടെ ഒരു റൂമിൻ്റെ ബാൽക്കണിയാണ്. ഇതിപ്പോൾ നമ്മുടെ കിച്ചൻ്റെ ബാൽക്കണിയാണ്. കിച്ചൻ്റെ ബാൽക്കണി സൈഡിൽ നിന്ന് നോക്കിക്കഴിഞ്ഞാലും വളരെ കാം ആൻഡ് ക്വയറ്റാണെല്ലാം. പിന്നെ ആരും പുറത്തൊന്നും ഇറങ്ങിക്കൂടാ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്ക്. എന്താ പറയുക, അത് നമ്മൾ പാലിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അത് പാലിക്കാതെ ആരും ഇരിക്കരുത് ദയവ് ചെയ്ത്. എല്ലാവരും റൂമിലോ എവിടെയാണെങ്കിലും ജോലി കഴിഞ്ഞിട്ട് റൂമിലേക്ക് വന്നാൽ റൂമിലിരിക്കുക. പുറത്തിറങ്ങിയുള്ള കറക്കമൊക്കെ ഇപ്പോൾ തൽക്കാലം ഒന്ന് കുറയ്ക്കുക. കാരണം ഈ മുകളിലൂടെ വരുന്ന മിസൈലും മറ്റുമൊക്കെ ഇവർ ഇപ്പം അതിനെ തകർക്കുന്നത് മുകളിൽ എയറിൽ വെച്ചിട്ടാണ് അതിനെ ഇടിച്ച് നശിപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ നശിപ്പിക്കുമ്പോൾ അതിൻ്റെ പാർട്സൊക്കെ താഴേക്ക് വന്ന് വീഴും. അപ്പോൾ ഈ ഗ്രൗണ്ട് തുറസായ സ്ഥലത്തോ ഒക്കെ ആയിരിക്കാം ചിലപ്പോൾ ഇത് വന്ന് വീഴുന്നത്. എവിടെയെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും അത് ഇന്ന സ്ഥലത്തേ വീഴുമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് പുറത്തിറങ്ങരുതെന്നൊക്കെ നമുക്ക് മെസ്സേജ് വരുന്നത്. അപ്പോൾ അതനുസരിച്ച് എല്ലാവരും അകത്തൊക്കെ ഇരിക്കുക, സേഫായിട്ടിരിക്കുക. ഇതൊന്ന് കഴിയട്ടെ. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും പുറത്തിറങ്ങാമല്ലോ. ഈ പുറത്തിറങ്ങുന്നതിനും പ്രശ്നമില്ല കേട്ടോ. അത്യാവശ്യ കാര്യങ്ങൾക്കൊക്കെ പോവുകയും വരികയും ചെയ്യാം. എന്നുവെച്ചാൽ നമ്മൾ ഈ തുറസായ ഗ്രൗണ്ടിലൊന്നും പോയി എപ്പോഴും എല്ലാവരും ഇവിടുത്തെ ചെറിയ ഗ്രൗണ്ടുകളിലൊക്കെ പോയി നിന്ന് ക്രിക്കറ്റ് കളിക്കുകയും ഫുട്ബോൾ കളിക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത് എന്നതേ ഉള്ളൂ. പിന്നെ ആവശ്യമില്ലാതെ പുറത്തിറങ്ങാതിരിക്കുക, നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അതൊക്കെ. പിന്നെ ഇവിടെ ഒന്നും വലിയ ഇഷ്യൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമുക്കൊന്നും നിലവിൽ അറിയാൻ പോലുമില്ല. ഈ ആകാശത്തൂടെ ഫ്ലൈറ്റല്ല, ഈ യുദ്ധവിമാനം അല്ലെങ്കിൽ ഡ്രോണോ എന്തുവാണെങ്കിലും എന്തുവാന്ന് നമുക്ക് അറിയാൻ പോലും പറ്റുന്നില്ല കേട്ടോ. സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. ഭയങ്കര ഉച്ചത്തിൽ സൗണ്ട് കേൾക്കാം. ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ പല ശബ്ദങ്ങളും കേൾക്കാം ചില സമയങ്ങളിൽ. അതേപ്പോൾ ഇവിടെ നിലവിലുള്ളൂ. പിന്നെ ദുബായിയുടെ ഒട്ടുമിക്ക വേറെ ഏതൊക്കെയോ 1-2 സ്ഥലത്തൊക്കെ എന്തോ ചെറിയ രീതിയിലൊക്കെ നാശനഷ്ടങ്ങൾ വരുത്തിയെന്ന് പറയുന്നു. അതും നമ്മൾ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. നമ്മൾ ഈ മലയാളം ന്യൂസിലൊക്കെ കേട്ടിട്ടാണ് അറിയുന്നത്. മലയാളം ന്യൂസിൽ കുറച്ചൊക്കെ തള്ളി വെക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഒന്നും തള്ളണ്ട കേട്ടോ. ഒരു പൊടിക്കൊന്ന് കുറച്ചാൽ കൊള്ളാം, അത്രയ്ക്കൊന്നുമില്ല.
വിഷയമൊന്നുമില്ല, സീനൊന്നുമില്ല, സേഫായിട്ട് പോകുന്നു. പിന്നെ എന്തായാലും എൻ്റെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണുന്നവർ എനിക്ക് കമൻ്റൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരോടൊക്കെ എൻ്റെ എന്താ പറയുക സ്നേഹം അത് മാത്രമേ പകരം തരാനുള്ളൂ ഇപ്പം. എനിവേ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ എങ്ങനെ എടുക്കണം എനിക്ക് സത്യം പറഞ്ഞത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഓക്കെ യു ക്യാൻ സി അല്ല എന്താ പറയുക. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് കാണാം. ഞങ്ങളിവിടെ നോമ്പ് തുറയൊക്കെ ഉണ്ട് വൈകിട്ട്, അതും കൂടെയൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം അവരൊക്കെ ഓക്കെ ആണെങ്കിൽ. എല്ലാവരുടെയും വീഡിയോ നമ്മൾ എടുത്തിട്ടുണ്ട്. ആ മിസ്റ്റർ ഉണ്ണിക്കുട്ടൻ എന്താണ് പണി കഴിഞ്ഞ് വന്നേ ഉള്ളു? തന്നെ ഞാൻ യൂട്യൂബിലോട്ട് കയറ്റി വിടും. വേണ്ടേ? വേണ്ട, അവന് ഇഷ്ടമല്ല ഇതാണ്. അപ്പോൾ എന്തായാലും ഓക്കെ, നമുക്ക് മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് പോവാം. അല്ല ഇപ്പം ഇവിടെ ഉണ്ടാക്കുന്ന ഇതില്ലല്ലോ, മറ്റേ പഴംപൊരിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. നമ്മൾ ജസ്റ്റ് ചായക്കുള്ള കടി വാങ്ങാനായിട്ട് നമുക്കൊന്ന് താഴോട്ട് പോയിട്ട് വരാം. നമുക്ക് അതും കൂടെ ഒക്കെ കാണാം. ഉണ്ണിക്കുട്ടൻ കണ്ടു. ഉണ്ണിക്കുട്ടൻ പറയാം എന്നെ ചെറുതായിട്ടൊന്ന് കാണിച്ചാൽ മതിയാണ്. ഇവിടെ യുദ്ധവും കാര്യങ്ങളും നടക്കുക. നമ്മൾ ക്യാമറയും വീഡിയോ ഒക്കെ ആയിട്ട് ഇറങ്ങി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ ആൾക്കാർ എന്താ പറയുക, സംഭവം ഇതൊക്കെയാണ്, എന്തോ കാര്യങ്ങളൊക്കെ ആണ് ഗൈസ്. നമുക്കെന്തായാലും ഇപ്പോൾ നമ്മളിത് കടി മേടിക്കുക എവിടെ പോകുന്നത്? യശ്യാനല്ല, യശ്യാനെ പോകാം. ഇവിടെ വേറൊരു പ്രശ്നമുണ്ട്. നമ്മളെ കാണിച്ചാലും മറ്റുള്ളവരെ കാണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. ഏത് വിഷയമാണ്. ആൾക്കാർ വണ്ടി ചെന്ന് പരാതി കൊടുത്താലേ ഞാൻ 50,000 രൂപ ഫൈൻ അടയ്ക്കേണ്ടി വരും. 50,000 ഇന്ത്യൻ മണി പോയിട്ട് ദീർഘമാണ് അടയ്ക്കേണ്ടത്. 50,000 ദീർഘം. ഏഷ്യാനയുടെ മുതലാളി നിൽക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ മുതലാളി. നോക്കട്ടെ എന്താ കടികളുണ്ടെന്ന്. നമ്മൾ 4-5 പേര് പഴംപൊരി മേടിച്ചാലോ? ഹലോ ആ ഉഴുന്നോടെ കഴിക്കുമോ അവര്? ആ എന്നാ ചമ്മന്തി ഉണ്ട്, ഉഴുന്നോടേക്ക് ചമ്മന്തി ഉണ്ട്. അതെ അപ്പൊ ഞാൻ അടിച്ചത് ഉഴുന്നോടെ എന്നാ 2 ഉഴുന്നോടെയും അല്ല എങ്ങനെ മൊത്തം ഉഴുന്നോടെയാണോ? എന്നാ 5 ഉഴുന്നോടെ 5 ഉഴുന്നോടെ ഹൈ ഓ എന്തെങ്കിലും ആട്ടെ. വീഡിയോ ഞാൻ ആ ആക്ടറാ? ഇതെൻ്റെ ഇവിടുത്തെ ആക്ടറെ കണ്ട ആക്ടർ ഒന്ന് ആക്ട് ചെയ്തേ. ആ അത് ശരി, എന്തോ പറയുന്നല്ലോടാ, ഹിന്ദിയാണല്ലോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഓക്കെ 5 ഉഴുന്നോടെ 5 ഉഴുന്നോടെ എടുക്ക ചേട്ടു. 5 എണ്ണേ. വേറെന്തോ വേണ്ടേ? ഞാൻ കൊടുത്തോളാം. സാംസങ് പേ എവിടെ? അയ്യോ ഇതിൽ സാംസങ് പേ പോയാ? ആ ഇല്ല, അത് 5 എണ്ണം മതിയാ ഉണ്ണി? അത് മതിയാ? വേറെ എന്തെങ്കിലും കൂടെ ഇടിച്ചാലോ? ഇത് മുട്ടയില്ലയോ? അത് പിടിച്ചാലോ എന്നാ? ചേട്ടാ ഒരു 2 പഴംപൊരി അല്ല എന്തിൻ്റെ പേര്, 2 ബ്രെഡും പിന്നെ 2 എത്ര 3 സമൂസകളൊക്കെ ആണോ? അപ്പോൾ 2 ബ്രെഡും എന്നാ ഒന്ന് പറഞ്ഞോ, ഞാൻ പൈസ കൊടുത്തിട്ട് വരാം. രണ്ട് മറ്റേ ബ്രെഡിൻ്റെ ഇതും പിന്നെന്ത് വരുന്നത്? ആ കിട്ടി. ഇത് 2 മറ്റേ ബ്രെഡിൻ്റെ ഇതും 5 ഉഴുന്നോടെയും. എത്രയായി? മണത്തിന് വേണ്ടിട്ടോ ചങ്ങനത്തിരി കണ്ണനോ? ആ ഓക്കെ ഓക്കെ. ഇതിപ്പോൾ ടൈം ഔട്ട് ആവും, കഴിഞ്ഞു. 2 4 0 2 മറ്റേ ബ്രെഡിൻ്റെ ഇത് പിന്നെ 5 ഓ ഇത് സാധനം മേടിച്ചു.
ചേട്ടാ എത്രയായി? അതെന്തോ ഓറഞ്ച് അവിടെ വെച്ചേക്കുന്നു? നോമ്പ് കുറിക്കാനേ? 9 രൂപ. ബ്രെഡ് അടിയാവോ? 9. ആ ചേച്ചി അടിച്ചോ. അല്ല എത്ര അടിച്ചോ? ആ 7. ഓക്കെ, നാളത്തേക്ക് ആവുമായിരിക്കും. ആ എന്താ ഫോർഡിന്റെ അല്ലേ? റാപ്റ്റർ ഇല്ലല്ല, മല്ലു ട്രാവലർ നാട്ടിൽ കൊണ്ടുവന്ന് സീനായത്. ചെറിയ പാല് പോരെ? നമ്മളത്ര 5 പേരല്ലേ ഉള്ളൂ? ആ ഏലേലോ ലേലു. നാല് നിന്റെ ഉണ്ട് ഇവിടെ, കാർഡ് എടുക്കൂല. ഇത് 3-ന് വന്നതാ, 8-ാം തീയതി ഉണ്ട്. ഇപ്പൊ 5 ദിവസം ഉപയോഗിക്കല്ലേ പാല്. വൻ പാലാന്നുള്ളത്. നമ്മുടെ അവിടെയൊക്കെ 2-3 ദിവസം ആകുമ്പോൾ പന്നലാവുമല്ലോ. ഇതിൽ പറയുമ്പോൾ പാലില്ലല്ലേ. ഞാൻ എങ്ങോട്ട് പോയാലും അങ്ങോട്ട് വരും. ആര് പാത്രം? ആദ്യം നമ്മൾ വെള്ളമെടുക്കുന്നു ഗൈസ്. നമുക്ക് 4 പേരല്ലേ ഇപ്പോൾ? 1, 2, 3, 4. അവൻ വരുമോ? അവൻ്റെ ഇപ്പം ഇട്ട് വെച്ചാൽ തണുത്ത് പോത്തില്ലേ? എങ്ങനെ അവൻ വരുമോ? അറിയാനും വേണ്ട. 1, 2 പാതി എടുക്കാം. വെള്ളം പാതിയും പാതി പാലും ഇല്ലേ? 2.5. അയ്യോ ഇടിച്ചിപ്പോ പൊട്ടിയേനെ. രണ്ടര ഗ്ലാസ് വെള്ളം തിളക്കട്ടെ. തേയിലയുടെ കണക്ക് ഓട്ടക്കണക്കിലെടുക്കാം. നമുക്ക് തേയിലയുടെ അടപ്പിലേക്ക് എടുക്കാം. 1, 2. സൂര്യാംശുവയിൽ പൂവിലും. എൻ്റെ വരികൾ എന്തുവാണെന്തോ. വൈരം അങ്ങനെ ഉണ്ടല്ലേ എൻ്റെ വരി. ഓരോ പൂവിലും സൂര്യ. അപ്പൊ ഞാൻ പാടി നോക്കട്ടെ. സൂര്യാംശുവോരോ വയൽ പൂവിലും വൈരം പതിക്കുന്നുവോ. അങ്ങനെ വാ പൊളിച്ച് നമ്മള് സുഭാഷ്. അപ്പൊ അങ്ങനെ തേയിലയിട്ട് ഇനി ചെമ്പകോ പാലെടുക്കാം. ഗൈസ് വി ആർ ഓപ്പണിംഗ് പാൽ. എടാ ഇത് ആകെ ഇത്ര 2.5 ഗ്ലാസ്. 2.5 ഗ്ലാസ് പാലേ ഉണ്ടായിരുന്നു. പിശിക്കൻ അത് ഞാൻ കട്ട് ചെയ്തിട്ടേ നമുക്ക് ഇവിടെ ഇട്ട് കളിക്കാം. ഷെയർ ചെയ്ത് അയ്യോ പോലെ ഇനിയാ രസം. ഇനിയല്ലേ രസം. ഇവിടെ വെട്ടക്കുറവാണല്ലേ ഗൈസ്. ഇവിടെ വെച്ചാലോ നല്ല വെട്ടമുണ്ട്. ആഹാ പ്ലച്ചനെ ആ കിട്ടും. ഓ ശരി, സാറിൻ്റെ ഡയലോഗ് ഞാൻ കട്ട് ചെയ്തേക്കാം. സാറിന് ഡയലോഗ് ഇഷ്ടമല്ല ഗൈസ്. സാറിൻ്റെ ഡയലോഗ് നമുക്ക് കാറ്റ് ചെയ്തേക്കാം. അങ്ങനെ ചായ. ഓ ഇനി ചായ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ആറ്റാൻ ഒരു കപ്പ് വേണം.
ലൈവ് അല്ല, ലൈവ് ഞാൻ ഇതുവരെ പോയിട്ടില്ല കേട്ടോ. ഒരു ദിവസം പോകണം. നല്ല ഒരു 100K സബ്സ്ക്രൈബേഴ്സ് ആകുമ്പോൾ ഞാൻ ലൈവ് പോകും. എന്തേ നല്ലല്ലേ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ 100K സബ്സ്ക്രൈബർ ആവുന്നതിൻ്റെ ഒന്ന് നമുക്ക് ലൈവ് വരാം. എന്തോ കാര്യമൊന്നും എനിക്കറിയത്തില്ല, പക്ഷെ ഒന്ന് വന്ന് നോക്കാം. ഞാൻ ഇതുവരെ വന്നിട്ടില്ല. ചായ ഏകദേശം തിളയ്ക്കാറായി വരുന്നെന്നാ തോന്നുന്നത്. നോക്കാം. തിളയ്ക്കൂ ചായ തിളയ്ക്കൂ. ആ തിളച്ച് തിളക്കി. 2.5 ഗ്ലാസ് വെള്ളം, 2.5 ഗ്ലാസ് പാല്. ചായ ഇതാ തിളച്ചിരിക്കുന്നു. അയ്യോ ചായ തിളച്ച്. കുറച്ചിങ്ങോട്ട് എടുത്ത് വെച്ച് തീ കുറച്ചേക്കാം. എന്നിട്ട് തിളച്ചതാ വരുന്ന തീ ഒന്ന് കുറയ്ക്കാമല്ലേ. എന്നിട്ട് വെച്ചൊന്ന് അങ്ങോട്ട് തിളപ്പിക്കാം. വിമാനം ഇത് പോന്നാ യുദ്ധവിമാനാണോ? സാറുടെ സൗണ്ട് മാത്രമുണ്ട് കേട്ടോ, ഒന്നും കാണാനില്ല. എന്തൊക്കെയോ പോകുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. പോട്ടെ. വണ്ണക്കുയിലേ അന്ന് മധുരം തീരെ വേണ്ടല്ലേ? ഇല്ല മധുരം വേണ്ടവർക്ക് മധുരം ആഡ് ചെയ്യുക. നമ്മുടെ താഴെ പോവുണ്ടോ? പോവാ അതിനാണോ? പണ്ടാരം ഞാൻ വിചാരിച്ചു. നോയമ്പ് ഇത് കണ്ടോ? നിങ്ങൾ താഴെ നിൽക്കുന്ന ജനക്കൂട്ടം എന്തിനാണെന്നറിയോ? ബിരിയാണിപ്പൊതി പേടിക്കാനാ. ബിരിയാണിപ്പൊതി ഇത് സൂം ചെയ്യാൻ പറ്റുമോ? ഇല്ലെന്ന് തോന്നുന്നു. പറ്റും. സൂം ഔട്ട് ആവും, സൂം ഇൻ ആവും. ആ നിൽക്കുന്ന ആളുകൾ. ഓക്കെ. സമയത്ത് അവൻ കഴിച്ചിട്ടോ താഴെ ബിരിയാണി മേടിക്കാൻ നിൽക്കുന്നു. ശരിയാ. ചായ ക്ലാസ് കാറ്റടിച്ച് താഴെ പോവോ? പിന്നെ പാലിന് കട്ടിയില്ല. ഇത് നമ്മളില്ലേ കൊഴുപ്പില്ലാത്ത പാലാന്ന് തോന്നുന്നു മേടിച്ച. കൊഴുപ്പുള്ള നോക്കി മേടിക്കണം. അല്ലയോ? പാലിനൊരു സുഖമില്ല ഗൈസ്. ഇനിയും വെള്ളം കുറച്ച് പാല് മാത്രമാവും. 2.5 ഗ്ലാസ് പാല്, 2.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ മൊത്തം 5 ചായ. അപ്പൊ ഇത് പാലല്ല മുട്ട എണ്ണ. അതെ, ഓൾറെഡി അവര് ഒരു 2 ഗ്ലാസ് പാലിന് അല്ല 5 ഗ്ലാസ് ചായക്ക് 2 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് പാല് ഒഴിക്കണം അല്ലേ? 2 ഗ്ലാസ് വെള്ളം 3 ഗ്ലാസ് പാല് ഒഴിക്കണമായിരുന്നു അല്ലേ? 1.5 ഗ്ലാസ് ഒഴിക്കുള്ളൂ. ഇന്നലത്തെ ചായ ഉണ്ടായിരുന്നു. ഗ്ലാസ് പാലും 1.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു.
ഞാൻ കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് സംഭവമേ ഞാൻ മനസ്സിലായി. അപ്പോൾ ഈ 1 ലിറ്റർ മേടിച്ചാൽ പോരാ കേട്ടോ, 5 പേർക്ക് ചായ വേണമെങ്കിൽ. 1 ലിറ്റർ പാല് വേണം. നിങ്ങളെന്നെ കണ്ട് ബാധിക്കത്തില്ലയോ? വേറെ എന്ത് ചെയ്യാനേ? മുട്ടെണ്ണ കാണിച്ചാൽ മുട്ടെണ്ണ തന്നെ ഇടിക്കും. കാണിക്കട്ടെ മുട്ടെണ്ണ, യൂട്യൂബ് ഇടും. ഇന്നലെയാ കണ്ണൻ്റെ വീഡിയോ ഒക്കെ കാണുന്നത്. പിള്ളേർ 2 പേരും കാണുമായിരുന്നു. ലൈഫ് ഇന്നലെയാ കണ്ടത്. നമ്മൾ ഇഫ്താറിനിട്ട വീഡിയോ ഇല്ലേ? ആണ് ഈ ലോങ് വീഡിയോസ് ആൾക്കാർ എങ്ങനെയാണ് ഇത്ര എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ചെയ്യുന്നത്? എല്ലാം പ്ലാൻ ചെയ്ത് ചെയ്യുന്നത്. അയ്യോ എനിക്കത് പറ്റുന്നില്ല. ഞാനിപ്പോൾ എന്തെന്ന് കാണിക്കും ആൾക്കാർക്ക്? നമുക്ക് നമ്മളെ എന്തോ പക്ഷേ ഇത് കുറച്ച് പഞ്ചസാര ഇട്ടപ്പോൾ കുഴപ്പമില്ല കേട്ടോ. ഞാൻ തീരെ പഞ്ചസാര ഇട്ടില്ല. തേയിലയും കുറഞ്ഞു അല്ലയോ? തേയില 2 സ്പൂൺ ചെറിയ അടപ്പ് നിറയെ എടുത്തതാ. അതിൻ്റെ തേയിലൊന്നും പോരാ, നല്ല കട്ടിക്ക് ഇടണം. ഷാമില് പുറത്തായോ? സാമില്ലേ? അപ്പം അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് കഴുകി അങ്ങോട്ട് വയ്ക്കുക എന്നുള്ളതാണ് കേട്ടോ. എന്തുകൊണ്ടാ? ഇനിയിപ്പോൾ ബിരിയാണി വരും. ചായ കുടി കഴിഞ്ഞ് ബിരിയാണി. അപ്പം ശരി, ഞാൻ കുറച്ച് പാത്രം കഴുകിയിട്ട് വരാം.